യുവതാരങ്ങളിൽ ശ്രദ്ധേയരായ ഹക്കീം ഷാജഹാന് കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതരായ സജിൻ മമ്പാട് തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കടകൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ആ ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞുള്ള റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ച അഭിപ്രായം കടകൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ വിജയ തുടർച്ച മാർച്ച് മാസത്തിൽ ആവർത്തിക്കുന്ന ഇതിനോടൊപ്പം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് കടകൻ എന്ന് പറയുന്ന സിനിമയിലൂടെ. എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് ഒരു പുത്തൻ അനുഭവം തന്നെയാണ് ഈ സിനിമ സമ്മാനിക്കുന്നതെന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ നമുക്കറിയാം സാധിക്കുക. എന്തൊക്കെയാണ് മികച്ച അഭിപ്രായം നേടിയ ചിത്രത്തിന്റെ കഥ എന്തെന്ന് നോക്കുകയാണെങ്കിൽ, നിലമ്പൂർ പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നത്. മണൽ മാഫിയും അതോടൊപ്പം പോലീസും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥ പറയുമ്പോൾ പ്രഷർ കൊട്ടും മടുപ്പിക്കാത്ത രീതിയിൽ തന്നെ ആസ്വാദനത്തെ ബാധിക്കാത്ത രീതിയിൽ തന്നെ ചിത്രം മുന്നോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും കടകൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരിക്കൽ കൂടി ഹക്കീം ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ആക്ടറെ തന്നെയാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പ്രണയവിലാസം എന്ന് പറയുന്ന സിനിമയിലൂടെ തന്നെ അദ്ദേഹത്തെ നമുക്ക് പരിചിതമായതാണ്. എന്നാൽ ആ ഒരു ക്യാരക്ടർ എന്ന് മാറി വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു ആക്ടറിലോട്ടുള്ള അദ്ദേഹത്തിന്റെ കടന്നുകയറ്റം തന്നെയാണ് ഈ ഒരു സിനിമയിലും നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ആദ്യ ഷോ കഴിയുമ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ചിത്രം മികച്ച റെസ്പോൺസ് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുക. അതായത് മലയാള സിനിമയ്ക്ക് മാർച്ച് മാസത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് കടകൻ എന്ന് പറയുന്ന സിനിമ മാറും. അവിടെ തന്നെ ഗോപി സുന്ദർ നൽകിയ ചിത്രത്തിലെ പാട്ടുകളും ബിജിഎം എല്ലാം തന്നെ ചിത്രത്തിന് വേണ്ടി മികച്ചു നിന്നിട്ടുണ്ടായിരുന്നു. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫാർ ഫിലിംസ് ആണ് ചിത്രം തിയേറ്ററിലോട്ട് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഗണത്തിൽ കാര്യമായിട്ടുള്ള കുറവുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ കഴിഞ്ഞ മാസം തിയേറ്ററിലോട്ട് എത്തിയ പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, പ്രമേക, അന്വേഷണം കണ്ടെത്തി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം വിജയകരമായിട്ട് തിയേറ്ററുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും തിയേറ്ററുകൾ കുറഞ്ഞിട്ടുണ്ടായത്. എന്തൊക്കെയാണ് മികച്ച അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ സിനിമയെ പ്രഷർ ഇരുകൈ നീട്ടി സ്വീകരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ചിത്രത്തിൽ ഹക്കീം ഷാജഹാനും പുറമെ ഹരിശ്രേശവൻ, രഞ്ജിത്ത്, നിർമ്മൽ പാലാഴി തുടങ്ങി മലയാളത്തിലെ ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള ആക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്ത് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കാത്തിരിക്കുക മാർച്ച് മാസത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിനായിട്ട്. അപ്പം കടകൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.